ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹകരണം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ സഹകരണത്തെ കുറിച്ചൊക്കെ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. സഹകരണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന റോബർട്ട് ഓവന്റെ ഒരു സിദ്ധാന്തമാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളുടെ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെതാണ്. അതിൽ പറയുന്ന ഇതാണ്: man by birth is neither too good or bad. Character of a human being is based on the circumstances which he lives. ഒരു വ്യക്തിയും ജനിക്കുന്നതേ നല്ലതായിട്ടോ അല്ലെങ്കിൽ ഒരു മോശക്കാരനോ മോശക്കാരിയായിട്ടോ ഒന്നുമല്ല. അവരെ അങ്ങനെ ആക്കി മാറ്റുന്നത് അവർ ജീവിച്ചു വരുന്ന, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയെ നല്ലതും മോശവുമാക്കി മാറ്റുന്നത്. അപ്പൊ ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ തന്നെയും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 100% അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നും അല്ല കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ശരിയാണ്, ഒരു വ്യക്തിയും 100% നമ്മൾ പറയില്ലേ 24 മണിക്കൂറും അങ്ങനെ 365 ദിവസവും ഒരാൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുമോ? ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളിലൊക്കെ പറയും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ എനർജി ലെവൽ ഹൈ ആകുന്നത് എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കലി ഇത്രയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവാണ്, നമ്മൾ ചില വ്യക്തികളുടെ അടുത്ത് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവാണ്, നെഗറ്റീവ് വൈബാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ ഒരു വ്യക്തിയില് 365 ദിവസവും നെഗറ്റീവായിട്ടൊരാളും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഇല്ലാത്ത വ്യക്തികളും ലോകത്തില്ല. അപ്പോ ഈ നെഗറ്റിവിറ്റി കൂടുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഡൗൺ ആകുമ്പോ അതിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ക്ലാസ്സിലുള്ള ഇപ്പോ ഡിഗ്രി ലെവലില് PG ലെവലിലൊക്കെ ഉള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഡിഗ്രി ലെവലിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, +2 ഒക്കെ കഴിഞ്ഞ് ഒട്ടുമിക്ക കുട്ടികളും ചിലപ്പോൾ ഡിഗ്രി ഒക്കെ ആവുമ്പോഴത്തേക്കും അഡ്മിഷൻ കിട്ടുന്നത് വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയുള്ള കോളേജുകള് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ആയിരിക്കും അവര് പോയിട്ട് പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോൾ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം, അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ നിന്ന് കോളേജ് തലത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്കൊരു ഫ്രീഡം അങ്ങ് കിട്ടുന്നത് പോലെയാണ്. അപ്പൊ കോളേജ് ലൈഫ് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലം തന്നെയാണ്. എന്നിരുന്നാൽ പോലും സ്വന്തം ലൈഫിനെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു എന്തിനാണ് നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പഠിക്കാനായിട്ട് വരുന്ന, അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പാസ്സാകാനോ ഒന്നും സാധിക്കാത്ത ലെവലിലേക്ക് പോകുമ്പോൾ ക്ലാസ് കൂടുതലായിട്ട് കട്ട് ചെയ്യുന്നു, അറ്റൻഡൻസ് ഷോർട്ടേജ് വരുന്നു, പഠനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ ഒക്കെ വരുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ മക്കളെ കുറിച്ചാണോ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അവര് പറയുന്നത്, എന്റെ പൊന്നു ടീച്ചറെ +2 വരെ ആ സ്കൂളിലേക്ക് വെച്ചിട്ട് എല്ലാ ടീച്ചേഴ്സിനും നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന നല്ലൊരു കുട്ടി, ഈശ്വരവിശ്വാസമുള്ള, വീട്ടിൽ നല്ല അനുസരണാശീലമുള്ള, പഠനത്തിൽ അങ്ങേയറ്റമൊന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വന്നിരുന്ന ഒരാളെ കുറിച്ചാണോ അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നത് എന്ന് മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത വിധം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് പറയുമ്പോഴാണ് ഞാനും വിചാരിച്ചത്, ശരിയാണ്, ഇപ്പോൾ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അറിയാലോ, ഒരു പർട്ടിക്കുലർ ലെവലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, ഉഴപ്പണമെങ്കിൽ ഉഴപ്പാം എന്നുള്ളൊരു സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേക്കും ഒട്ടുമിക്കവർക്കും കൂടുതൽ ഉഴപ്പാനായിട്ടുള്ള ഒരു ടെൻഡൻസിയിലായിരിക്കും വരിക. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞങ്ങനെ പോവാന്നുള്ളതല്ല, നമുക്ക് എങ്ങനെ മോശം സാഹചര്യങ്ങളെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും, ഇതിപ്പോ ഞാൻ പറയുമ്പോൾ സ്റ്റുഡൻസിന് മാത്രമൊന്നും അല്ലാട്ടോ, നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഉള്ള കാര്യം തന്നെയാണ്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ലൈഫിൽ.
അതിപ്പോ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ടൈം മാനേജ്മെന്റിൽ പറഞ്ഞ പോലെ പഠിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടാകും, ജോലി ചെയ്യുന്നതിന് ഒരു ലക്ഷ്യമുണ്ടാകും, ഈവൻ നമ്മളൊക്കെ ജീവിക്കുന്നതിന് പോലും എന്തുണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാവും. അങ്ങനെ ലക്ഷ്യമില്ലാതെ ഒരു വ്യക്തിയും, അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹം എന്തായി തീരണമെന്നെങ്കിലും അല്ലെ, ആ ആഗ്രഹത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ലക്ഷ്യബോധമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഏത് സാഹചര്യം വന്നാലും നമുക്കതിനെ പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ എക്സാം അടുക്കാറായി, സ്റ്റഡി ലീവിന്റെ ഒരു ടൈമിലാണ്. അപ്പൊ നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അറിയുന്ന ഒരാള് വന്നിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോവാം അല്ലെങ്കിൽ ഒന്ന് സിനിമയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ഞാനില്ല, പഠിക്കാനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓ പിന്നെ നീ മാത്രം വലിയൊരു പഠിപ്പിച്ചിട്ട്, എടാ ഞങ്ങളും ഒന്നും ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല, അതൊക്കെ നമുക്ക് പരീക്ഷയുടെ തലേദിവസം പഠിക്കാം, ഇനിയുണ്ട് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിണങ്ങും, അല്ലെങ്കിൽ നമ്മൾ വലിയ പഠിപ്പിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് അവര് നടക്കും. ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലോ, പോകുന്നു, നമ്മൾ അവരുടെ കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷെ അവർക്കായിരിക്കും നല്ല മാർക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, നമ്മളായിരിക്കും ചിലപ്പോൾ അവിടെ ഫെയിലിയർ ആയി തീരുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യം അറിയാം. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോഴാണ് നമുക്ക് അവിടെ സാഹചര്യം ആ രീതിയിലേക്ക് വന്നപ്പോ നമുക്ക് എന്ത് പറ്റി, നമ്മുടെ റിസൾട്ട് മോശമായി വന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കുക. അപ്പൊ ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയില്ലേ, ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ നിൽക്കുന്ന എന്താ പറയണേ, കാൽച്ചുവട്ടിലെ മണ്ണ് അത് ഒലിച്ചു പോകാതെ നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക. അറ്റ്ലീസ്റ്റ് ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ സപ്ലി കാര്യങ്ങളൊക്കെ, സപ്ലിയൊക്കെ 1, 2 ഇതൊക്കെ പറഞ്ഞ വലിയ സംഭവമൊന്നും അല്ല. ഇതൊക്കെ എല്ലാവരും തോറ്റിട്ട് തന്നെ ജയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും സപ്ലി വരുന്നതിനല്ല, പക്ഷെ ഇയർ ഗ്യാപ്പ് വരാതെ ഞാൻ എല്ലാ കുട്ടികളോടും എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോ 20 വയസ്സിൽ പാസ്സാകേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് 20 വയസ്സിൽ തന്നെ പാസ്സാകാനായിട്ട് നോക്കുക. അതിപ്പോ നമുക്ക് 2-3 വർഷം കഴിഞ്ഞ് എടുക്കാവുന്ന കാര്യമുള്ളൂ. 10-24 വയസ്സാകുമ്പോൾ ചിലപ്പോൾ എഴുതിയെടുക്കാം, കിട്ടും, ഓക്കെ, നോ പ്രോബ്ലം. നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ റാങ്ക് ഉണ്ടോ എന്നോ, നിങ്ങൾക്ക് അതിനകത്തുള്ള ഹൈ ക്ലാസ് മാർക്കിനെ ഒന്നും ആയിരിക്കില്ല അവര് ചിലപ്പോൾ നോക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. റെസ്യൂമില് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവര് നോക്കുമ്പോ എന്താ, നിങ്ങൾക്കൊരു 24 വയസ്സായിട്ടുണ്ട്, അപ്പോ ഡിഗ്രി ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. എവിടെയായിരുന്നു ഈ 4 വർഷം? നിങ്ങൾ എന്തെങ്കിലും അതിനകത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടാൻ സാധിച്ചോ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് അവിടെ ഒന്നും മറുപടി ഇല്ലാതെ പോകും. നമ്മള് വിലയേറിയ നമ്മുടെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മൾ പാഴാക്കി കളഞ്ഞ 2-3 വർഷങ്ങൾ എന്ന് പറയുന്നത് വലിയ ഒരു നഷ്ടം തന്നെ അവരുടെ കരിയറിൽ അവർക്ക് വരുത്തും. കമ്പനി എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെയുള്ള ആളുകളെ ജോലിക്ക് എടുക്കുക? 3 വർഷം കൊണ്ട് തീർക്കേണ്ടതായിട്ടുള്ള ഒരു ജോലി 4-5 വർഷം എടുത്ത് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് നമ്മളെയും അവിടെ കാണുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്തുണ്ടാവുക, ലക്ഷ്യബോധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് ചുറ്റും സാഹചര്യങ്ങൾ എങ്ങനെയും നെഗറ്റീവായി വന്നോട്ടെ, നമ്മൾ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നമുക്കതിനെ മാറ്റാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വരും, കാരണം നമ്മുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രമായി വരും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, ലേൺ ടു സേ നോ. ഇത് ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഡിക്ഷണറിയിൽ എസ് എന്നുള്ളൊരു വാക്കുള്ള പോലെയുള്ളൊരു വാക്കാണ് നോയും. അതിനകത്തൊന്നും വിചാരിക്കാനില്ല. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സാം അടുത്തിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് സിനിമ കാണാൻ പോവാം, ഒരു ട്രിപ്പ് പോവാം എന്ന് പറയുമ്പോൾ നോ, ആ നോ പറയുമ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം നിങ്ങൾക്ക് അവിടെ തൽക്കാലം പിണങ്ങുന്നത് കൊണ്ടോ നഷ്ടപ്പെടുന്നത് കൊണ്ടോ, ആത്മാർത്ഥതയുള്ളൊരു ഫ്രണ്ട് ആണെങ്കിൽ അതിലൊന്നും വിട്ടു പോകുന്നതല്ല എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് ലോഡിന് അപ്പുറമുള്ള ഒരു വർക്ക് നമ്മൾ ഏറ്റെടുത്ത് അവിടെ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് ഏറ്റെടുത്തു, എന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇനി ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, അന്നേ നോ പറഞ്ഞാൽ മതിയായിരുന്നു, ഇതിപ്പോ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു, യെസ് പറയുകയും ചെയ്തു, എന്നെ കൊണ്ട് ഇതാവുന്നില്ല എന്ന ടെൻഷൻ ആയിരിക്കും പിന്നെ അവിടെ. അപ്പൊ വീണ്ടും നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും, നെഗറ്റീവ് എനർജി ആയി മാറും അല്ലെ അവിടെ. അപ്പോ ചില കാര്യങ്ങളിൽ നമ്മളൊരു പരസ്യത്തിൽ പറയണ പോലെ കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ തന്നെ നോ എന്ന വാക്ക് ചിലപ്പോഴൊക്കെ
നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. അതും നമ്മളെ പോസിറ്റീവ് ആക്കിയിരിക്കാൻ നമുക്കൊരു വലിയ മനസ്സമാധാനം, സന്തോഷം തരാനായിട്ട് നോയും സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഒരു ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ഈ ഈശ്വരവിശ്വാസം പറയുമ്പോൾ മറ്റൊന്നും അല്ല, ഇപ്പൊ നമ്മള് വിശ്വസിക്കുന്നതായിട്ടുള്ള നമ്മുടെ ആചാരപ്രകാരം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തെ എന്നുള്ളത് മാത്രമല്ല ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം. അതായത് അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യം അറിയാലോ അല്ലെ. നമുക്ക് എന്താ, എന്ത് പ്രവൃത്തി ചെയ്താലും യു ഹാവ് ടു ആൻസർ ഇറ്റ്. അതിനെന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഒരു ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരും എന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. എന്ത് പ്രവൃത്തി ചെയ്താലും, അതായത് എന്ത് തോന്നിയാസവും കാണിക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലും ചെയ്താൽ ഇതിന് നമ്മൾ ഒരു ആൻസർ എവിടെയെങ്കിലും കൊടുക്കേണ്ടതായി വരും എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഒരു ശക്തി, ഒരു എനർജി. അതായത് നമ്മളെയൊക്കെ താങ്ങി നിർത്തുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു തരുന്ന ഒരു യൂണിവേഴ്സ്, ഒരു പ്രപഞ്ചം, ഒരു ശക്തി, എന്തോ ഒന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുക. ആ ശക്തിയെ നമ്മൾ പല പേരിട്ട് പല രീതിയില് അല്ലെ, എല്ലാ മതങ്ങളിലും നമ്മൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ഈ ശക്തി എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ഇപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെയൊക്കെ 10th ആയപ്പോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫ്രൈഡേയിൽ കപ്പേളയിൽ കൊണ്ടുപോകും. ഞാനൊക്കെ സ്ഥിരമായിട്ട് അതിനകത്ത് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അന്നൊന്നും മനസ്സിലായിട്ടല്ല. അന്ന് വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെ സിസ്റ്റർമാരാണ്, നോ പറയാൻ പറ്റില്ല, അവര് പറഞ്ഞ അനുസരിക്കണം, പോകണം. അപ്പൊ ഹിന്ദു കുട്ടികളൊക്കെ ഞങ്ങൾ എല്ലാവരും പോവാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുട്ടുകുത്തി തന്നെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, പോരാറുമുണ്ട്. ഇതിങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പോ ശീലമായി കഴിഞ്ഞപ്പോ ഇഷ്ടാവാൻ തുടങ്ങി. ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, ഇത് പോയാലാണല്ലോ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പോകാൻ തുടങ്ങി. 10th ആയി കഴിഞ്ഞപ്പോ എല്ലാ ദിവസവും കപ്പേളയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അതൊരു ഇഷ്ടമായി മാറി. അന്നൊന്നും ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ടൊന്നും അല്ല. അപ്പോ ഇപ്പോ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഞാൻ ഈ പറയണതിൽ ഒന്നും ജാതി മതം ഒന്നുമല്ല. ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക. ആ ശക്തി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ വിശ്വാസം വരും. ആ വിശ്വാസം എന്ന് പറയുന്നത് പോസിറ്റീവായി മാറും. അപ്പൊ എന്ത് നെഗറ്റീവ് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിന് വന്നാലും നമ്മളെ സംരക്ഷിക്കാൻ ഒരു മാലാഖ പോലെ ഒരു പ്രപഞ്ചശക്തി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വലയം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പൊ ബാക്കിയുള്ള പ്രതിസന്ധികളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നാലാമത്തെ കാര്യമാണ് ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ്. ഇത് മാതാപിതാക്കളുടെ റോളാണ്. ചെറുപ്പം തുടങ്ങി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ തന്നെ അതായിരുന്നു. അതായത് പാരന്റ്സ് കുട്ടികൾക്ക് അവരുടെ ശത്രുക്കളായി മാറാതെ അവരുടെ മിത്രങ്ങളായി മാറുക. പറ്റുവാണെങ്കിൽ മാതാപിതാക്കളുടെ കഴിവെന്ന് തന്നെ ഞാൻ പറയും. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്, അമ്മയാണെന്ന് പറയാൻ ഒരു കുട്ടിക്ക് സാധിച്ചാൽ അതിന്റെ 100% ക്രെഡിറ്റും ആ പാരന്റ്സിന് തന്നെയാണ്. എന്റെ കുട്ടികൾ പോലും ചോദിച്ചാൽ അങ്ങനെ പറയില്ല. ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഞങ്ങളുടെ പേര് പോലും അവർ പറയില്ല. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ അവരുടെ സുഹൃത്തുക്കളുടെ പേര് തന്നെയാ പറയാ. ഞാൻ പറഞ്ഞതാണ്, അത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. അത്രയും ഞങ്ങളോടൊരു അടുപ്പം ഉണ്ടാവണമെങ്കിൽ ആ മാതാപിതാക്കളോടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ആ ഫാമിലി എന്ന് പറയുന്നത് ഒരു വികാരമായി കുട്ടികൾക്ക് മാറണം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് എത്ര വലുതായാലും ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു കാര്യം വരും. അപ്പൊ എന്ത് ചുറ്റിനും കാര്യങ്ങൾ വന്നാലും എനിക്ക് ഫാമിലി എന്ന് പറയണത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഫസ്റ്റ് ആണ് എന്ന ഒരു കാര്യം വരും. അപ്പൊ എന്ത് നെഗറ്റീവ് സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും. അപ്പൊ ഫാമിലിയിൽ ഒരു കെയറിങ്, ഒരു സ്നേഹം, ഇതെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നമ്മൾ വെറുതെ കല്ലിലും മണ്ണിലും തീർത്ത കെട്ടിടങ്ങളായി മാറാതെ അതിനുള്ളിൽ നമുക്ക് എല്ലാവരിലും ഒരു പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ടൊരു സ്നേഹത്തിൻ്റെതായ ഒരു ഇത് കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ എല്ലാ ആളുകൾക്കും. ഞാനൊക്കെ കുറച്ച് ഫാമിലി പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയണേ. ഇപ്പൊ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ജോലി സ്ഥലത്തു നിന്നാണെങ്കിൽ ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓടിയിട്ട് വീടെത്താനായിട്ടാണ് ധൃതി. എന്തിനാ ഇപ്പൊ വന്നിരുന്നു എന്ന് വെച്ചിട്ട് എന്താന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കും പറയാൻ അറിയില്ല. പക്ഷെ എനിക്കെന്തോ ഞാൻ കുറച്ചൊരു ഹോം സിക്നെസ്സും ഉണ്ട് എനിക്ക് അതിനകത്ത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് പോസിറ്റിവിറ്റി നൽകാറുണ്ട്. അപ്പൊ എന്റെ വീട് എന്ന് പറയുന്നത് എനിക്കൊരു പോസിറ്റിവിറ്റി നൽകുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് വരാനായിട്ട് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിടമായിട്ട് മാറ്റിയെടുക്കുക. ഓക്കെ, അതാണ് നാലാമത്തെ ഒരു കാര്യം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ്.
സ്വയം നമ്മൾക്ക് കൊടുക്കുന്ന ഒരു വില, പരിഗണന, നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അത്രയും നമ്മളെ എന്താ പറയാ കെയർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോഴും നമ്മൾ ബാക്കിയുള്ള, അതായത് ചുറ്റുവട്ടത്ത് എത്ര തന്നെ നമ്മളെ മോശമാക്കുന്ന സാഹചര്യങ്ങൾ വന്നാലും ഞാൻ എന്റെ കാര്യം, അവിടെ സെൽഫിഷ്നെസ് എന്നുള്ളതല്ല, പക്ഷെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എനിക്കൊരു വില നൽകുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിക്കും, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ, ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണോ വേണ്ടയോ, ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ. ഇത് നമ്മൾ സ്വയം തീരുമാനിക്കും. അത് എന്നെ വേദനിപ്പിക്കാത്തതാണെങ്കിൽ, എന്നെ മുറിവേൽപ്പിക്കാത്തതാണെങ്കിൽ മാത്രം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തതെല്ലാം റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോഴും നമുക്ക് പോസിറ്റിവിറ്റി നിലനിർത്താനും സാധിക്കും. ചുറ്റുവട്ടത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതൊക്കെ മാറ്റാനും പറ്റും. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സാഹചര്യങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിനല്ലേ മധു എന്നൊരു ആദിവാസി യുവാവിനെ അടിച്ച് കൊന്നത്. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തി മോഷ്ടാവായി മാറുന്നത്. നമ്മള് ഒരു കൊലയാളി അല്ലെങ്കിൽ മോഷ്ടാവ്, മോഷ്ടിക്കുന്നയാള് കള്ളൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളെ മുദ്ര കുത്തുമ്പോ ഈ പറയുന്ന ഒരു വ്യക്തിയും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ മോഷ്ടാവായി മാറിയതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരിക്കാം. ആ സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി അങ്ങനെ ആക്കി മാറ്റിയത്. പിന്നെ ഒരിക്കൽ കള്ളൻ എന്നൊരു പേര് വന്നു കഴിഞ്ഞാൽ ഇനി അത് മാറുന്നതല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് വീണ്ടും ആ വ്യക്തി അതിൽ തന്നെ ചിലപ്പോൾ അങ്ങ് പോകുന്നതുമായിരിക്കാം. ചിലപ്പോൾ ഇതൊക്കെ ഒരു നേരത്തെ ഒരു കാര്യങ്ങൾ കൊണ്ട് മാറാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ ഒന്ന് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനോ ശ്രമിച്ചാൽ ഇതൊക്കെ മാറിപ്പോകുന്ന കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നിന്ന്, അല്ലെ? അപ്പോ ഇതുവരെയുള്ള പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് തന്നെയാണെങ്കിലും അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും പെൺകുട്ടികൾക്ക് ഇതുപോലെ തന്നെയാണ്. സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണോ, ചിലപ്പോൾ നല്ല കഴിവുള്ള കുട്ടികൾ എത്രയോ പേര് ഇന്നും അടുക്കളയിൽ തന്നെയായിട്ട്, ഭർത്താവിന് അവരെ ജോലിക്ക് വിടാനായിട്ട് താല്പര്യമില്ല, അമ്മയെ നോക്കണം, വേറെ ആരും ഇല്ല, അപ്പോ വയസ്സായ ആളുകളുള്ള ഒരു വീടാണ് എന്ന് കരുതി തങ്ങളുടെ കഴിവുകളെല്ലാം ആ 4 ചുമരുകൾക്കുള്ളിൽ നിർത്തുന്ന സ്ത്രീകൾ ഇഷ്ടംപോലെയുണ്ട്, കുട്ടികളുണ്ട് അങ്ങനെയുള്ളവര്. അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇനി തുടർന്നുള്ള പഠനം അതൊക്കെ ഓക്കെ, അതൊക്കെ തുടർന്ന് പഠിക്കാൻ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് പഠനം നിർത്തേണ്ടി വരുന്ന, ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് കല്യാണം കഴിഞ്ഞു. പിന്നീട് ഗർഭിണിയായി, കുഞ്ഞു കുറച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ആഗ്രഹം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക്. സാഹചര്യങ്ങൾ എന്ത് തന്നെ വന്നാലും ആ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ട് മാറാനായിട്ട് സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, സന്തോഷമായിരിക്കുക എന്ന് പറയുന്നത് മറ്റാരും നമുക്ക് കനിഞ്ഞു നൽകുന്ന ഔദാര്യമൊന്നും അല്ലെന്നേ, അത് നമ്മുടെ അവകാശമാണ്. ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. അത് സന്തോഷമായിട്ട് ജീവിക്കണോ, അതോ എന്നും നമുക്ക് കുറ്റബോധത്താൽ നമ്മുടെ സങ്കടങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഭവങ്ങളും പറഞ്ഞ് ജീവിക്കണോ, അതൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള അവകാശവും നമുക്ക് തന്നെയുണ്ട്. എന്ത് കാര്യം വരുമ്പോഴും ഓർക്കുക, ഇത് നിങ്ങളുടെ നല്ലതിനാണോ അതോ ഇത് നിങ്ങളുടെ മോശത്തിനാണോ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിനാണോ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിനാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്